ഈശോയിൽ സ്നേഹമുള്ളവരെ, കുടുംബ ജീവിതത്തെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരുന്നത്. കുടുംബജീവിതം വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ കുടുംബജീവിതത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് കുടുംബങ്ങളിൽ വേണ്ടത്ര ഒരുക്കങ്ങളും ശുദ്ധിയും ചൈതന്യവും നിറയ്ക്കുവാനായിട്ടുള്ള ഒരു കൂട്ടുത്തരവാദിത്തത്തിൻ്റെ ഭാഗത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. കഴിഞ്ഞ 4 എപ്പിസോഡുകളിലായിട്ട് വിവാഹ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തികൾക്ക് അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ട ഗുണഗണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചത്. പ്രധാനമായി 4 ഗുണഗണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചത്. 1, ശാരീരിക പക്വത. 2, വൈകാരിക പക്വത. 3, ആത്മീയ പക്വത. 4, സാമ്പത്തിക ഭദ്രത. ഈ അടിസ്ഥാനപരമായ 4 ഗുണഗണങ്ങൾ ഇല്ലാത്ത വ്യക്തികൾ വിവാഹ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളതല്ല എന്നാണ് സഭയുടെ കാഴ്ചപ്പാട്. നമുക്കറിയാം, ഒത്തിരിയേറെ കുടുംബങ്ങൾ ശിഥിലമാകാനായിട്ട് ഇന്ന് ഈ ഗുണഗണങ്ങളുടെ അഭാവം കാരണമാകുന്നുണ്ട്. ഈ അച്ഛൻ്റെ അടുക്കൽ കൗൺസിലിങ്ങിന് വന്ന ഒരു കുടുംബം, ഭാര്യയും ഭർത്താവും. നിഷ്കളങ്കനായ ഭർത്താവ് ശാന്തനായി ഭാര്യയുടെ ഒപ്പം ഇരിക്കുകയാണ്. ഞാൻ ഭാര്യയോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഒരു നിമിഷം ഭാര്യ മിണ്ടാതിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ, അച്ഛൻ്റെ അടുക്കൽ ഈ മനുഷ്യനെ ഞാനിപ്പോൾ കൊണ്ടുവരുന്നത് ബിരിയാണി വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ വരാം. അങ്ങനെ ബിരിയാണി വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞപ്പോഴാണ്, അത് കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ മനുഷ്യൻ വന്നിരിക്കുന്നത്. ഞാൻ ആ മനുഷ്യനെ നോക്കി. ഈ ഭാര്യ പറഞ്ഞു, ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ഈ മനുഷ്യനെ ഞാൻ ശുശ്രൂഷിക്കണം വച്ചാ. എപ്പോഴും എൻ്റെ കൂടെ നടക്കും, ഒരു ജോലിയും ചെയ്യില്ല, എന്താണ് കുടുംബജീവിതം എന്നറിയില്ല, ഉത്തരവാദിത്വം എന്താണെന്നറിയില്ല, എങ്ങനെ മുമ്പോട്ട് പോകും എന്നറിയാൻ പാടില്ല. നിസ്സഹായതയോടെ ഈ ഭാര്യ എന്നോട് ഇങ്ങനെ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ട വ്യക്തികൾക്ക് അടിസ്ഥാനപരമായ ഗുണഗണങ്ങൾ ഉണ്ടാവണം എന്ന് നമ്മൾ മുമ്പ് കണ്ടു. വളരെ ഗൗരവത്തോടുകൂടി സഭ ഇത് പഠിപ്പിക്കുന്നുണ്ട്. മാർപ്പാപ്പയുടെ കുടുംബം ഒരു കൂട്ടായ്മ, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നൽകിയിരിക്കുന്ന അപ്പസ്തോലിക പ്രബോധനമാണ് ഫാമിലിയാരിസ് കോൺസോർസിയോ, മലയാളത്തിൽ കുടുംബം ഒരു കൂട്ടായ്മ. അതിൽ മാർപ്പാപ്പ പറയുകയാണ്, ഇങ്ങനെ 4 ഗുണഗണങ്ങളുള്ള വ്യക്തികൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർക്ക് 3 തരത്തിലുള്ള ഒരുക്കങ്ങൾ ഉണ്ടാവണം. പ്രിപ്പറേഷൻ. 1, അകന്ന ഒരുക്കം. 2, അടുത്ത ഒരുക്കം. 3, ഏറ്റവും അടുത്ത ഒരുക്കം. അകന്ന ഒരുക്കം. എന്താണ് അകന്ന ഒരുക്കം? അകന്ന ഒരുക്കത്തെക്കുറിച്ച് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. വിവാഹ ജീവിതത്തിലേക്ക് വരുന്ന ഒരു വ്യക്തിക്ക് അകന്ന ഒരുക്കം ഉണ്ടാവണം. എന്ന് വെച്ചാൽ, ഒരു കുഞ്ഞ് ഒരു കുടുംബത്തിൽ ജനിക്കുന്നു. ആ കുഞ്ഞിനെ സത്യ, സനാതന, ധാർമ്മിക, വിശ്വാസ മൂല്യങ്ങളിൽ വളർത്തിക്കൊണ്ടുവരുന്നതിനാണ് അകന്ന ഒരുക്കം എന്ന് പറയുന്നത്. സത്യത്തിൽ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് സഭ. സത്യ, സനാതന, ധാർമ്മിക, വിശ്വാസ മൂല്യങ്ങളിൽ വളരാത്ത ഒരു വ്യക്തിക്കും വിവാഹ ജീവിതം, കുടുംബജീവിതം അനുവദനീയമല്ല. കാരണം എല്ലാ നന്മകളും എല്ലാ മൂല്യങ്ങളും മുളയെടുത്ത് വളരുന്നത് കുടുംബത്തിലാണ്. എല്ലാ അടിസ്ഥാന ദൈവിക മാനുഷിക മൂല്യങ്ങളും ഒരു വ്യക്തിയിലേക്ക് പകർന്നുകൊടുത്ത് മൂല്യാധിഷ്ഠിത ജീവിതത്തിലേക്ക് ഒരു വ്യക്തിയെ വളർത്തേണ്ടത്, ഒരുക്കേണ്ടത് അടിസ്ഥാനപരമായി കുടുംബത്തിൻ്റെ കടമയും ബാധ്യതയുമാണ്. അതുകൊണ്ട് തന്നെ സത്യസനാതന, ധാർമ്മിക, വിശ്വാസ മൂല്യങ്ങളിൽ വളർന്നു വരാത്ത ഒരു വ്യക്തിക്കും അത് പങ്കുവെച്ചു കൊടുക്കാനായിട്ടാവില്ല. പ്രിയപ്പെട്ടവരെ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ
ചെറിയൊരു ഉദാഹരണം പറയാം. നന്നേ ചെറുതിലെ അമ്മ ഞങ്ങൾക്ക് ജോലി തരുമായിരുന്നു. ഓരോ ആഴ്ചയും ഇങ്ങനെ ജോലി മാറിക്കൊണ്ടിരിക്കും. ആ ആഴ്ചയിൽ എനിക്ക് കിട്ടിയ ജോലി തൊട്ടടുത്തുള്ള വീട്ടിൽ ഒരു ഹൈന്ദവ ഭവനമാണ്, അവിടെ പോയി പാല് വാങ്ങിച്ചുകൊണ്ട് വരിക എന്നും രാവിലെ. ഞാൻ അങ്ങനെ ഒരു ദിവസം പാല് വാങ്ങിക്കാനായിട്ട് ആ ഭവനത്തിൽ ചെന്നു. അവിടുത്തെ ചേച്ചി എന്നോട് പറഞ്ഞു, മോനെ, പശുവിനെ കറക്കുന്നതേ ഉള്ളൂ, പാല് തയ്യാറായിട്ടില്ല, മോനി വരാന്തയിൽ ഇരുന്നോളൂ, പാലുമായിട്ട് വരാം. അങ്ങനെ എൻ്റെ കയ്യിലെ പാത്രം വാങ്ങിച്ചുകൊണ്ട് കുടുംബനാഥ അകത്തേക്ക് പോയി. ഉമ്മറത്ത് ആരുമില്ല, ഞാനൊരു കസേരയിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ആ ഉമ്മറത്ത് കിടക്കുന്ന ടേബിളിൽ ഒരു മാല കിടപ്പുണ്ട്. അത് ഇൻഡാലിയത്തിൻ്റെ ആണോ വെള്ളിയുടെ ആണോ അലുമിനിയത്തിൻ്റെതാണെന്നോ ഇന്നും എനിക്കറിയാൻ പാടില്ല. മാല എനിക്കിഷ്ടമാണ്. ആരെങ്കിലും ചുറ്റും ഉണ്ടോ എന്ന് നോക്കി, ആരുമില്ല. ആ മാല എടുത്ത് ഞാൻ പോക്കറ്റിലിട്ടു. വീട്ടിലെത്തി പാലെല്ലാം കൊടുത്തതിന് ശേഷം ഞാൻ മൂലയ്ക്ക് മാറിയിരുന്ന് ഈ മാല എടുത്ത് കഴുത്തലിട്ടു. മാലയുടെ ഭംഗി ആസ്വദിക്കുകയാണ്. അമ്മ അത് കണ്ടുപിടിച്ചു. അമ്മ എൻ്റെ അടുത്തേക്ക് വന്നു. അമ്മ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്നോട് ചോദിച്ചു, കൊച്ചിന് ഈ മാല എവിടുന്നാണ് കിട്ടിയത്? ഞാൻ മിണ്ടിയില്ല. സത്യം പറ, നിൻ്റെ അപ്പച്ചനോ ഞാനോ നിൻ്റെ ജ്യേഷ്ഠന്മാരോ നിനക്ക് ഈ മാല വാങ്ങിച്ചു തന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ മാല എവിടുന്നാണ് കിട്ടിയത്? ഞാൻ വീണ്ടും മിണ്ടിയില്ല. അമ്മയ്ക്ക് അരിശമായി. അമ്മ കോപിച്ചെന്നോട് ചോദിച്ചു, സത്യം പറഞ്ഞു, മാല എവിടുന്നാ? അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, ഞാൻ പാല് വാങ്ങിക്കാൻ പോയപ്പോൾ ആ വീട്ടിൽ നിന്നും എടുത്തോണ്ട് പോന്നതാണ്. അമ്മ ഉടനെ എന്നോട് പറഞ്ഞു, മോൻ എണീറ്റ്. എന്നെ എണീൽപ്പിച്ചു. ആ വീട്ടിലേക്ക് അമ്മ പോകുകയാണ്. എന്നോട് ഒപ്പം വരാനായിട്ട് പറഞ്ഞു. ആ വീട്ടിൽ ചെന്നിട്ട് അവരോട് പറഞ്ഞ ആ മാല അമ്മ എനിക്ക് വാങ്ങിച്ചു തരാൻ പോകുകയാണ് എന്നാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ അമ്മയുടെ ഒപ്പം പോകുന്നുണ്ട്. ആ വീട്ടുമുറ്റത്ത് ചെല്ലുമ്പോൾ ആ വീട്ടിലുള്ള എല്ലാവരും ഉമ്മറത്തിരുന്ന് വർത്തമാനം പറയുന്നുണ്ട്. അമ്മ എന്നെ മുമ്പിലേക്ക് മാറ്റി നിർത്തി. എന്നിട്ട് അവിടുത്തെ കുടുംബാംഗങ്ങളോട്, പ്രത്യേകിച്ച് ആ ചേച്ചിയോട് പറഞ്ഞു, കൊച്ച് രാവിലെ ഇവിടെ പാല് വാങ്ങിക്കാൻ വന്നപ്പോൾ ഇവിടെ നിന്നൊരു മാല എടുത്തുകൊണ്ട് പോന്നു. എന്നിട്ട് അമ്മ എന്നോട് പറഞ്ഞു, മോനെ മാല എടുത്തേ. ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് മാല എടുത്തു. അമ്മ പറഞ്ഞു, ആ ചേച്ചിയുടെ കയ്യിലേക്ക് കൊടുത്തേ. ഞാൻ കൊടുത്തു. എന്നിട്ട് അമ്മ എന്നെ അമ്മയുടെ മുഖത്തേക്ക് തിരിച്ചു നിർത്തി. എന്നിട്ട് എന്നോട് പറഞ്ഞു, മേലിൽ മോഷ്ടിക്കില്ല എന്ന് പറഞ്ഞേ. വളരെ അരിശത്തോടാണ് അമ്മ എന്നോട് പറയുന്നത്. എനിക്കാകെ സങ്കടമായിപ്പോയി. ഞാൻ ചെയ്തത് അത്രയും ഗൗരവമായ തെറ്റാണ് എന്ന് അപ്പോഴും എനിക്ക് മനസ്സിലായിരുന്നില്ല. ഞാൻ കണ്ണീരോട് അമ്മയോട് പറഞ്ഞു, ഞാനിനി മോഷ്ടിക്കില്ല. ഉടനെ അമ്മ പറഞ്ഞു, എന്നോടല്ല ഇവരോട് പറ. എന്നെ തിരിച്ചു നിർത്തി. ഞാൻ കരഞ്ഞുകൊണ്ട് വിങ്ങി ഞാൻ അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ഞാനിനി മോഷ്ടിക്കില്ല. ഇത്രയായപ്പോൾ അമ്മ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നല്ല മിടുക്കനാണ്, നല്ല കൊച്ചാണ് കേട്ടോ, സാരമില്ല എന്ന് പറഞ്ഞ് അവരോട് പറഞ്ഞു, ഞങ്ങൾ പോകുക കേട്ടോ എന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ട് പോന്നു. എത്രയോ വർഷം മുമ്പ് നടന്നൊരു സംഭവമാണ്. എൻ്റെ നന്നേ ചെറുതിലേ നടന്നൊരു സംഭവമാണ്. പക്ഷെ അതിനുശേഷം വളർന്നു വലുതായി എത്രയോ പണം കൈകാര്യം ചെയ്തിട്ടുണ്ട്, കൈകാര്യം ചെയ്യുന്നുമുണ്ട്. അർഹതയില്ലാത്ത ഒരു രൂപയ്ക്ക് നേരെ എൻ്റെ കൈ നീളാത്തതിന് കാരണം നന്നേ ചെറുപ്പത്തിലെ ചില അടിസ്ഥാനപരമായ സത്യങ്ങളും മൂല്യങ്ങളും ഹൃദയത്തിൽ മാതാപിതാക്കൾ എഴുതി വച്ചു. അർഹതയില്ലാത്തത് എടുക്കരുത്, സ്വന്തമല്ലാത്തതൊന്നും അവകാശപ്പെട്ടതല്ല, അതുകൊണ്ട് അന്യൻ്റെ ഒന്നും അനുവാദമില്ലാതെ എടുക്കാൻ പാടില്ല എന്നുള്ള വലിയ ഒരു സത്യം ആ അനുഭവത്തിലൂടെ ഞാൻ പഠിച്ചെടുത്തു. എൻ്റെ ജീവിതത്തിലെ ചെറിയൊരു ഉദാഹരണം പറഞ്ഞത് ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം അല്പം കൂടി സാധൂകരിക്കാൻ വേണ്ടിയിട്ടാണ്. അടിസ്ഥാന മൂല്യങ്ങളിൽ ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കുന്നതാണ് അകന്ന ഒരുക്കം എന്നതുകൊണ്ട് മാർപ്പാപ്പ വിവക്ഷിക്കുക. അങ്ങനെ അടിസ്ഥാന ദൈവിക മാനുഷിക ഗുണഗണങ്ങൾ വളർന്ന വ്യക്തി മാത്രമേ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കാവൂ. അപ്പോൾ ഒന്ന്, അകന്ന ഒരുക്കം. അതുകൊണ്ടാണ് പലപ്പോഴും പ്രാർത്ഥനയുടെ കുറവുള്ളവർ, ജീവിതത്തിൽ അങ്ങനെ മൂല്യങ്ങളെ ഗൗരവത്തോടെ കണക്കാക്കാത്തവരോടൊക്കെ ബഹുമാനപ്പെട്ട അച്ഛന്മാർ പറയുക, ഒരാഴ്ച വന്ന് കുർബാന പങ്കുചേര്, അല്ല ഇന്ന പുണ്യപ്രവർത്തികളൊക്കെ ചെയ്യുക, വേണ്ടത്ര ഒരുക്കത്തോടുകൂടി വേണം എന്നൊക്കെ ആവശ്യപ്പെടാൻ കാരണം ഇത് തന്നെയാണ്. അത് അവർക്കൊരു ഓർമ്മയോ മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന്, അകന്ന ഒരുക്കം. രണ്ട്, അടുത്ത ഒരുക്കമാണ്.
എന്താണ് അടുത്ത ഒരുക്കം? കുടുംബജീവിതത്തിലേക്ക്, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തിക്ക് അടുത്ത ഒരുക്കം ഉണ്ടാവണം. മാർപ്പാപ്പ ഇവിടെ പറയുന്നത് സത്യ സനാതന ധാർമ്മിക വിശ്വാസ മൂല്യങ്ങളിൽ വളർന്നു വരുന്ന വ്യക്തി വിവാഹപ്രായമായി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന സമയം 3 അതിലധികം മുഴുവൻ ദിവസങ്ങളിലോ വിവാഹിതരാകാൻ പോകുന്ന യുവജനങ്ങൾ ഒരുമിച്ച് വന്ന് പ്രാർത്ഥിച്ച് പഠിച്ച് ഒരുങ്ങുന്നു. അതാണ് അടുത്ത ഒരുക്കം എന്നതുകൊണ്ട് വിവക്ഷിക്കുക. അതാണ് പിന്നീട് മാരേജ് കോഴ്സുകൾ, മാരേജ് പ്രിപ്പറേറ്ററി സെമിനാറുകൾ, വിവാഹത്തിനൊരുക്കമായിട്ടുള്ള ക്ലാസ്സുകൾ ഒക്കെ ആയി മാറുന്നത് ഇതാണ്. സത്യത്തിൽ അത് അത്യാവശ്യമാണ്, വളരെ അത്യാവശ്യമാണ്. കാരണം ഒരു കുടുംബജീവിതം നയിക്കുന്ന വ്യക്തി ഒത്തിരി കാര്യങ്ങൾ ജീവിതത്തിൽ അറിഞ്ഞിരിക്കണം. ഉദാഹരണമായിട്ട് ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരിക എന്നത് കേൾക്കാൻ എളുപ്പമാണ്, പക്ഷേ അത് ബുദ്ധിമുട്ടേറിയ ഒരു ഉത്തരവാദിത്തമാണ്. ഒരു കുഞ്ഞിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഓരോ ഘട്ടത്തിലും അവൻ്റെ സ്വഭാവ രൂപവൽക്കരണത്തിനനുസരിച്ച് ആ കുഞ്ഞിനെ വളർത്തിയെടുക്കുക എന്നത് വളരെ ശ്രമകരമായൊരു കാര്യമാണ്. അതിനെക്കുറിച്ച് അറിവില്ലാത്തൊരു വ്യക്തിക്ക് അത് എളുപ്പമുള്ള കാര്യമില്ല. കുടുംബത്തിലുള്ള ആശയവിനിമയം, ഭാര്യയും ഭർത്താവും, മാതാപിതാക്കളും മക്കളും, അയൽവക്കക്കാർ തുടങ്ങിയവരോടുള്ള ആശയവിനിമയം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഗർഭധാരണം, പ്രസവം, ശിശുപരിപാലനം വളരെ ഗൗരവമായ കാര്യമായതുകൊണ്ട് അതിനെക്കുറിച്ച് ഗൗരവമായ അറിവ് നിശ്ചയമായി വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തികൾക്കുണ്ടാവണം. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള അവധാനപൂർണമായ പഠനവും വ്യക്തികൾ ഒരുങ്ങാനായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ അടുത്ത ഒരുക്കത്തിൽ സംഭവിക്കുക. മാരേജ് കോഴ്സുകളിലും വിവാഹവുമായി ബന്ധപ്പെട്ട സെമിനാറുകൾ, ക്ലാസ്സുകൾ, ചർച്ചകൾ, സിംപോസിയങ്ങൾ ഇതൊക്കെ വളരെ ഗൗരവമാണ്. ഒരു കാരണവശാലും അത് ഒഴിച്ചുകൂടാവുന്നതല്ല. അതുകൊണ്ട് തന്നെ കത്തോലിക്കാ സഭയിൽ വിവാഹത്തിനൊരുക്കമായുള്ള കോഴ്സ്, സെമിനാർ കൂടാതെ ആരെ വിവാഹത്തിലേക്ക് പ്രവേശിപ്പിക്കാതിരിക്കാനുള്ള കാരണം അത് തന്നെയാണ്. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തിക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് ഗഹനമായ അറിവുണ്ടാവണം എന്ന് സഭ ആഗ്രഹിക്കുന്നു. അപ്പോൾ അകന്ന ഒരുക്കമായി, അടുത്ത ഒരുക്കമായി. മൂന്നാമതായിട്ടുള്ളതാണ് ഏറ്റവും അടുത്ത ഒരുക്കം. ഈ ഏറ്റവും അടുത്ത ഒരുക്കത്തിൽ സംഭവിക്കുന്നത് എന്താ? അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് കുടുംബജീവിതത്തിലേക്ക് ഒരുങ്ങുന്ന വ്യക്തികൾക്ക് ഉണ്ടാവേണ്ടതാണ്. ഒന്ന്, മാതാപിതാക്കളുടെയും ഗുരുഭൂതരുടെയും മുതിർന്നവരുടെയും അധികാരികളുടെയും അനുഗ്രഹ ആശസ്സുകൾ വാങ്ങിക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. അതിനാണ് വിവാഹാർത്ഥിയുടെ ഭവനത്തിൽ വിവാഹത്തിൻ്റെ തലേ ദിവസം നടത്തുന്ന പ്രാർത്ഥനാ ചടങ്ങ്. കാരണം കത്തോലിക്കാ സഭയുടെ പാരമ്പര്യമനുസരിച്ച് ഏതൊരു കൂദാശയ്ക്കും കൂദാശാർത്ഥിയെ ഒരുക്കുന്നത് ഇടവക സമൂഹത്തിൻ്റെയും കൂടെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് ഇടവക ദേവാലയത്തിൽ വിവാഹം ഉറപ്പിച്ചു കഴിയുമ്പോൾ അത് വിളിച്ചു ചൊല്ലുന്നത് ഈ ഇടവക സമൂഹത്തിൻ്റെ പ്രാർത്ഥനയും സഹായവും അനുവാദവും ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് മധുരകരമായ വിവാഹ ജീവിതത്തിലേക്ക് ഈ വ്യക്തിയെ പ്രവേശിപ്പിക്കട്ടെ എന്ന് അനുവാദം ചോദിക്കുന്ന അടയാളം അത് മധുരം വയ്ക്കട്ടെ. അങ്ങനെ മധുരം വയ്ക്കുന്നു, പ്രാർത്ഥിച്ചൊരുക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഏറ്റവും അടുത്ത ഒരുക്കം രണ്ടാമത് വ്യക്തിപരമായി പ്രാർത്ഥിച്ചൊരുങ്ങുക എന്നതാണ്. പൊതുസമൂഹത്തിൻ്റെ മാതാപിതാക്കളുടെയും ഗുരുജനങ്ങളുടെയും അധികാരികളുടെ അനുഗ്രഹ സ്വീകരണം, ഒപ്പം തന്നെ വ്യക്തിപരമായി ദിവസങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങണം. അതിലൊന്നാണ് വിവാഹ കുമ്പസാരം, പരിപൂർണമായൊരു കുമ്പസാരം. എല്ലാ പാപങ്ങളും, ചെറുതോ വലുതോ, മാരകമോ ലഘുവോ ആയിട്ടുള്ള എല്ലാ പാപങ്ങളും പരിപൂർണമായി ഏറ്റുപറഞ്ഞ് പരിപൂർണമായ ഒരു ശുദ്ധിയോടുകൂടി വേണം കൂദാശയിലേക്ക് പ്രവേശിക്കാൻ. പാപാവസ്ഥയിൽ കൂദാശയിലേക്ക് പ്രവേശിച്ചാൽ ആ പാപം അതിൽ ഉറക്കപ്പെടുകയും അത് പിന്നെ വിട്ടൊഴിയുകയും ചെയ്യുന്നില്ല. പിന്നീട് അത് കുടുംബജീവിതത്തിൻ്റെ തകർച്ചയ്ക്കും അസ്വസ്ഥതയ്ക്കും കാരണമാകും എന്ന സത്യം വിവാഹത്തിനൊരുങ്ങേണ്ടവർ ഓർത്തിരിക്കേണ്ടതാണ്. അപ്പോൾ ലോഗോസ് ക്വിസ് നാളെ 10 മണിക്ക് തുടങ്ങും. എല്ലാവരും നേരത്തെ എത്തണം. അപ്പോൾ ശരി മക്കളെ.
നീ എന്ത് പണിയൊക്കെയാടാ ഈ കാണിക്കുന്നേ? അവനവന് പറ്റുന്നേ കുടിക്കാവൂ. കുടിച്ച് ഓഫായതും പോരാ, വാള് വെച്ച് കൊളാക്കിയില്ലേ? ഒന്നും പറയണ്ടളിയാ, പറ്റിപ്പോയി. എടാ, നീ ഒരു സൺഡേ സ്കൂൾ അധ്യാപകനല്ലേ? ആരെങ്കിലും കണ്ടാലുള്ള അവസ്ഥ നീ ചിന്തിച്ചിട്ടുണ്ടോ? അതിനൊക്കെ എനിക്ക് ബുദ്ധിയുണ്ട്. ഈ സ്ഥലമുണ്ടല്ലോ, വീട്ടിൽ നിന്ന് ഒത്തിരി അകലെയാ. ഇവിടെ ആർക്കും എന്നെ ഓ, അറിയില്ല. നാട്ടിലൊക്കെ എന്തൊരു ഡീസന്റ് പാർട്ടിയാ. അത് ശരിയാ, പക്ഷെ കള്ള് കുടിച്ചാൽ വഴി കിടക്കും. ഞാൻ വഴി കിടന്നതെന്താ? എൻ്റെ ചങ്ക് ഫ്രോസില്ലേ, എന്നെ നോക്കാൻ. അതാണ്ടേ അവളാ. ആരാടാ, ടെസിയാണോ? ഹലോ. ആ ആ അയ്യോ, എൻ്റെ ഫോൺ ഓഫായി പോയി. നീ ഓഫായിന്ന് പറയടാ, ചുമ്മാ ഇരടാ. അല്ല, ഇതിവിടെ പറഞ്ഞ. ഓ ശരി, കാണാം. എന്താടാ? ആ, അവൾക്ക് വൈകുന്നേരം ഒന്ന് കാണണമെന്ന്. എടാ, സമയം പോയി, നമുക്ക് പോയാലോ? പോവാം. ഇന്ന് ലോഗോസ് ഉള്ളതാ, പിള്ളേർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണം. വല്ലാത്ത തൊലിക്കട്ടി തന്നെ നിനക്ക്. നാട്ടിൽ നമ്മൾ ഡീസൻ്റാ. ശരി, അപ്പൊ സാറ് നടക്ക്. ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നത്. എടി, കൂൾ കൂൾ കൂൾ. ചേട്ടായിക്ക് എല്ലാം തമാശയാ. എൻ്റെ പെണ്ണെ, എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? വാ, അവിടെ പോയിരിക്കാം. എൻ്റെ ടെസി, നീ കടൽ കണ്ടോ? എത്ര സുന്ദരാ. ഇവിടുത്തെ കാറ്റ് കൊള്ളുമ്പോൾ മനസ്സിനൊരു കുളിർമയാ. കാര്യത്തിന്റെ സീരിയസ്നെസ് ചേട്ടായിക്ക് അറിയാത്തോണ്ടാ അടുത്ത ആഴ്ച ഒരു ചെറുക്കൻ എന്നെ കാണാൻ വരുന്നുണ്ടെന്ന്. അത് നല്ല കാര്യമാണല്ലോ. നല്ല അടിപൊളിയായിട്ട് വേണം ചെറുക്കന് മുമ്പിൽ പോയി നിൽക്കാൻ. അതെ, കോമഡി പറഞ്ഞാൽ ദഹിക്കുന്ന ഒരു സമയമല്ല എന്റേത്. എടി പെണ്ണെ, അവര് വന്ന് കണ്ടേച്ചു പോട്ടറി. നിനക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാ പോരെ? എനിക്ക് അറിയില്ല എന്ത് ചെയ്യുന്നു. ഡാഡിയുടെ ഫ്രണ്ടിന്റെ മോനാ, അത് ഏതാണ്ട് ഉറപ്പിച്ച രീതിയാ. എടി, നീ പേടിക്കണ്ട, നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. നീ എന്റേതാ. അതാ എന്റെ വിശ്വാസം. വിശ്വാസം അതൊക്കെ എന്നെ നശിച്ചു പോയി. ഞാൻ എന്ത് ചെയ്തെന്ന് നീ പറയുന്നേ? നിങ്ങൾക്ക് കുറെ അവളുമാരൊക്കെ ഉണ്ടല്ലോ, എന്നെ അത്രയ്ക്ക് പൊട്ടിയൊന്നും ആക്കണ്ട. അതെ, നിനക്ക് മാനസിക രോഗ. ഓ, അപ്പൊ എളുപ്പമായി. ആ കാരണം പറഞ്ഞ് എന്നെ അങ്ങ് ഒഴിവാക്കാലോ. മിയ പ്ലീസ്, കുറച്ച് സൗകര്യം താ. എന്റെ ഫ്രണ്ട്സ് പറഞ്ഞതാ വേലയും കൂലി ഇല്ലാത്തവനെ കെട്ടണ്ടാന്ന്. അതിനിപ്പോ ഇവിടെ എന്താ പറ്റിയത്? ഒന്നും പറ്റിയിട്ടില്ല, എനിക്ക് ജോലി ഉള്ളത് കൊണ്ട് ജീവിച്ചു പോകുന്നു. ഞാൻ എന്താ ചെയ്യണ്ട? ഒഴിവായി തരണോ? വേണ്ട, ഞാൻ ഒഴിവായി തരാം. അപ്പൊ നിങ്ങൾക്ക് സൗകര്യമാവുമല്ലോ. മിയ മര്യാദയ്ക്ക് സംസാരിക്കണം. നാട്ടുകാരെ കേൾക്കൊന്ന് പേടിയായിരിക്കുമല്ലേ? നാട്ടുകാർക്ക് മുഴുവൻ അറിയാം നിങ്ങളുടെ കയ്യിലിരിപ്പ്. എന്താണ് എനിക്കൊരു കുഴപ്പം? എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. വാട്സാപ്പിൽ വരുന്ന എന്താന്ന് എനിക്കറിയാം. നിനക്ക് എന്താടി അറിയാവുന്നേ? കണ്ട അവളുമാരുടെ ഫോട്ടോയും കെട്ടിപ്പിടിച്ചിരിക്കുന്നൊന്നും ഞാൻ അറിയുന്നില്ലെന്ന് വിചാരിച്ചോ? മര്യാദയ്ക്ക് സംസാരിക്കണം. ഏയ് അജോ. ആ, ആലുവിനെ എത്ര നാളായിടെ കണ്ടിട്ട്? ഞാനിവിടെ തന്നെയുണ്ട്. നീയല്ലേ ഞങ്ങളേക്ക് വിട്ടിട്ട് പോയത്? ഒന്നും പറയണ്ട. വീടും സ്ഥലമൊക്കെ വിറ്റ് അപ്പച്ചൻ നാട്ടിലേക്ക് പോയ പിന്നെ ഒരു കോണ്ടാക്റ്റും ഇല്ലാണ്ടായി. നീ ഇപ്പം എന്താ ചെയ്യുന്നത്? ഞാനോ? സെന്റ് മേരീസ് പള്ളിയിലെ ഇടവക വികാരിയാ. ഏ, എന്താണ് അന്തം വിട്ട് നിൽക്കുന്നത്? അപ്പൊ അച്ഛനാണല്ലേ? പിന്നെ എന്തുണ്ട് വിശേഷം? എന്ത് വിശേഷം? നിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞോ? കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് 1 വർഷമായി. അപ്പോഴൊന്നും ഒതുങ്ങിയല്ലേ? അതെന്താ അങ്ങനെ പറഞ്ഞത്? നിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അഖില് പറഞ്ഞായിരുന്നു. പിന്നെ നിന്റെ ഭാര്യയുടെ പേരെന്താടാ? മിയ. അന്വേഷണം പറഞ്ഞേക്കണം കേട്ടോ. അതിനവള് വീട്ടിലില്ല. വീട്ടിലില്ലെന്നോ? എന്തു പറ്റി? അവള് പിണങ്ങിപ്പോയി അവളുടെ വീട്ടിലേക്ക്. എന്താ കാരണം? എപ്പോഴും സംശയമാണ്.
എനിക്ക് ഒന്നിനും ഒരു സ്വാതന്ത്ര്യമില്ല. വാട്സപ്പിൽ എനിക്കൊരു മെസ്സേജ് വന്നാലും അടുത്ത വീട്ടിലെ പെണ്ണുങ്ങൾ എന്നോട് സംസാരിച്ചാലും ഒക്കെ സംശയമാണ്. എനിക്ക് മടുത്തു. അതൊക്കെ സംസാരിച്ച് ക്ലിയർ ചെയ്തൂടെ? അതൊന്നും ശരിയാവത്തില്ല. കഴിഞ്ഞ ദിവസം ഞാനൊന്ന് കൊടുത്തു. ഛേ, ഭാര്യയെ തല്ലുന്ന ആണത്തൊന്നുമില്ല. വേണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല, പറ്റിപ്പോയി. നീ പോയി ക്ഷമ പറഞ്ഞ് അവളെ വിളിച്ചോണ്ട് വാ. അതൊന്നും നടക്കില്ല. നിനക്കിപ്പോഴും ആ പഴയ പെൺകൊച്ചുമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഏയ് ഒന്നുമില്ല. അതൊക്കെ കല്യാണത്തോടെ നിർത്തി. വെള്ളമടിയുണ്ടോ? ഏയ് അതും നിർത്തി. ഇതൊക്കെ എങ്ങനെ അറിയുന്നത്? അഖില് പറഞ്ഞു. ഞാൻ എന്താ ചെയ്യണ്ടേ? എനിക്കറിയില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നീ കല്യാണ കുമ്പസാരം നടത്തിയോ? ഓ, സത്യസന്ധമായാണോ കുമ്പസാരിച്ചത്? അങ്ങനെ ചോദിച്ചാ എൻ്റെ അച്ഛോ, ഞാൻ സൺഡേ സ്കൂൾ അധ്യാപകനാ. വികാരച്ചനാണേല് ബെസ്റ്റ് ഫ്രണ്ടും. അപ്പൊ പിന്നെ പലതും പറഞ്ഞില്ല അല്ലേ? ചില കാര്യങ്ങൾ പറഞ്ഞാൽ എൻ്റെ മാന്യത നഷ്ടപ്പെടില്ലേ? കള്ളു കുടിച്ച് നടന്നതും പ്രേമിച്ച് നടന്നതും പറഞ്ഞോ? അതൊന്നും പറഞ്ഞാൽ ശരിയാവത്തില്ല. ഇപ്പൊ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. വിവാഹത്തിനുള്ള ഏറ്റവും അടുത്ത ഒരുക്കത്തിന് ഉള്ള ഒരു കാര്യമാണ് വിവാഹ കുമ്പസാരം. അത് സത്യസന്ധമായിരിക്കണം. ചില പാപങ്ങൾ നീ മറച്ചു വെച്ച് കുമ്പസാരിച്ചപ്പോൾ അത് കള്ളക്കുമ്പസാരമായി മാറി. മാത്രമല്ല, പിന്നീട് ഈ നിമിഷം വരെയുള്ള എല്ലാ കുമ്പസാരങ്ങളും ഫലമില്ലാതായി. നിന്റെ ജീവിതത്തിലുണ്ടായ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇതാണ്. ദൈവവചനം പറയുന്നു, അയോഗ്യതയോടെ ഈ അപ്പം സ്വീകരിക്കുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത്. നിന്റെ ഭാര്യ സംശയരോഗിയായി മാറാൻ, നിന്റെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാവാൻ കാരണമെല്ലാം ഇതാണ്. ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് അച്ഛാ? കുമ്പസാരിക്കണം. തെറ്റ് പറ്റിയതോർത്ത് കരഞ്ഞുകൊണ്ട് കുമ്പസാരിക്കണം. നിന്റെ വൈഫിന്റെ നമ്പർ ഒന്ന് വിളിച്ചു തന്നെ. ഹലോ, മിയയല്ലേ? ഞാൻ ഫാദർ ആൽവിൻ വടക്കെടുത്ത്. എന്നാ മോളെ പ്രശ്നം? എനിക്ക് മടുത്തച്ചോ. മിയ, സോറി. എല്ലാം എൻ്റെ തെറ്റാ. അതൊന്നും സാരമില്ല. എന്നാലും ഞാൻ നിന്നെ തല്ലിയില്ലേ? സോറിടാ. ഞാൻ നിന്റെ കാല് പിടിക്കാം. എന്റെ ഇച്ഛായനല്ലേ, ഞാനതൊക്കെ അപ്പോഴേ ക്ഷമിച്ചു. എൻ്റെ തെറ്റ് എനിക്ക് മനസ്സിലായി. ഞാനും അങ്ങനെയൊന്നും പറയരുതായിരുന്നു. ഇച്ഛായൻ എന്നോടും ക്ഷമിക്കണം. ഇനിയെങ്കിലും നമുക്ക് സമാധാനമായി ജീവിക്കാം. ഇതാ, ഇനി മുതൽ നീ ഇത് വെച്ചോ. അതൊന്നും വേണ്ട, എനിക്ക് എന്റെ ഇച്ഛാനെ വിശ്വാസം. എന്നാലേ വേഗം പോയി ബാഗ് എടുത്ത് വന്നേ, നമുക്ക് പോവാം. അപ്പൊ അമ്മയോട് പറയണ്ടേ? അമ്മ സ്കൂളിൽ പോയതല്ലേ, നമുക്ക് വിളിച്ചു പറയാം. പ്രിയപ്പെട്ടവരെ, വിവാഹത്തിന്റെ ഏറ്റവും അടുത്ത ഒരുക്കത്തിലൊന്നാണ് വിവാഹ കുമ്പസാരം. അത് സത്യസന്ധമായിരിക്കണം. ഇടവക വികാരി ആയതുകൊണ്ടും ഫ്രണ്ട്സ് അച്ഛന്മാരായതുകൊണ്ടും പലരും പലതും മറച്ചുവെച്ചു. ഫലം ഇന്ന് ജീവിതത്തിൽ സമാധാനവും സന്തോഷവുമില്ല. ഇതിനൊക്കെ ഒറ്റ പ്രതിവിധിയേ ഉള്ളൂ, സത്യസന്ധമായ കുമ്പസാരം. ഇന്നത്തെ നിന്റെ പ്രശ്നങ്ങളിൽ നിന്നും നിന്റെ രോഗങ്ങളിൽ നിന്നും നിന്നെ രക്ഷിക്കുവാൻ പശ്ചാത്താപത്തോടെയുള്ള കുമ്പസാരത്തിന് കഴിയും. വിവാഹത്തിനായിട്ട് ഒരുങ്ങേണ്ട വ്യക്തി വേണ്ടത്ര ഗൗരവം കാണിക്കാതെ, ആത്മീയമായ ശുദ്ധിയില്ലാതെ, കുമ്പസാരം പരിപൂർണമാവാതെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചതുകൊണ്ടുണ്ടായ ദുരന്തങ്ങളും അതിൻ്റെ പ്രത്യാഘാതങ്ങളുമാണ് നമ്മളിപ്പോൾ ദർശിച്ചത്. അടുത്ത ഒരു കാര്യം നമസ്കാരം കേൾക്കൽ എന്ന ചടങ്ങാണ്. നമസ്കാരം കേൾക്കൽ എന്ന ചടങ്ങ് ഏറ്റവും അടുത്ത ഒരുക്കത്തിൽ പെടുത്താൻ കാരണം ഈ വ്യക്തി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള ക്വാളിറ്റി ഉള്ള വ്യക്തിയാണോ എന്ന്
അതിന് അധികാരപ്പെട്ട വ്യക്തി ഇടവക വികാരി അച്ഛൻ പരിശോധിക്കുകയാണ് നമസ്കാരം കേൾക്കലെന്ന ചടങ്ങ്. ഏതാനും പ്രാർത്ഥനകൾ കാണാപ്പാഠം പഠിച്ച് അതച്ഛനെ പറഞ്ഞു കേൾപ്പിക്കുക എന്നതിലുപരിയായിട്ട് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള ശാരീരിക പക്വതയുണ്ടോ, വൈകാരിക പക്വതയുണ്ടോ, ആത്മീയ പക്വതയുണ്ടോ, സാമ്പത്തിക ഭദ്രതയുണ്ടോ, വേണ്ടത്ര ഒരുങ്ങിയിട്ടുണ്ടോ, പ്രാർത്ഥിച്ച് ആത്മീയ ശുദ്ധി വരുത്തിയിട്ടുണ്ടോ എന്നൊക്കെ വളരെ ആഴമായി പരിശോധിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന വളരെ ഗൗരവമായൊരു ചടങ്ങാണ് ബഹുമാനപ്പെട്ട വികാരിച്ചൻ്റെ അടുക്കൽ വിവാഹാർത്ഥി നടത്തുന്ന കൂടിക്കാഴ്ചയും പ്രാർത്ഥനയും. അപ്പോൾ ഏറ്റവും അടുത്ത ഒരുക്കത്തിൽ പിന്നപ്പെടുന്നത് വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ ക്രമീകരിക്കുക എന്നതാണ്. വിവാഹമായിട്ട് ഒരുക്കമായിട്ടുള്ള ഫോം പൂരിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആവശ്യമായ കുറികളുടെ കാര്യം ക്രമീകരിക്കേണ്ടതുണ്ട്. നിയമപരമായി നൈയാമികമായി സൂക്ഷിക്കേണ്ടതും ക്രമീകരിക്കേണ്ടതുമായ രേഖകളുടെ ക്രമീകരണമാണ് അടുത്ത പ്രധാനപ്പെട്ട കാര്യം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരുക്കങ്ങളായി പറഞ്ഞു വന്നത് ഒന്നും കൂടെ ക്രോഡീകരിക്കുകയാണ്. എല്ലാവർക്കും അർഹതപ്പെട്ട ഒന്നല്ല വിവാഹമെന്ന് കൂദാശ. ഒരുക്കമുള്ളവരും കൃപയുള്ളവരുമാണ് സ്വീകരിക്കേണ്ടത്. അപ്പം അങ്ങനെ വിവാഹത്തിലേക്ക് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തിക്ക് 1 ശാരീരിക പക്വതയുണ്ടാവണം, 2 വൈകാരിക പക്വതയുണ്ടാകണം, 3 ആത്മീയ പക്വതയുണ്ടാവണം, 4 സാമ്പത്തിക ഭദ്രതയുണ്ടാവണം. ഈ 4 ഗുണഗണങ്ങളോടുകൂടി ഒരുങ്ങുന്ന വ്യക്തിക്ക് വീണ്ടും 3 തരത്തിലുള്ള ഗൗരവമായ ഒരുക്കങ്ങളുണ്ടാവണം. 1 അകന്ന ഒരുക്കം, 2 അടുത്ത ഒരുക്കം, 3 ഏറ്റവും അടുത്ത ഒരുക്കം. ഇത്രയും ഒരുങ്ങിയാണ് ഒരു വ്യക്തി വിവാഹം എന്ന കൂദാശയിലേക്ക് പ്രവേശിച്ച് കുടുംബ ജീവിതത്തിലേക്ക് കടന്നു വരിക. അടുത്ത എപ്പിസോഡിൽ എന്തിനാണ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്, വിവാഹ ജീവിതത്തിൻ്റെ കടമകൾ എന്താണ് എന്നാണ് നമ്മൾ ധ്യാനിക്കുക. ഏറെ സ്നേഹത്തോടെ എല്ലാവർക്കും സ്നേഹാശംസകൾ പങ്കുവയ്ക്കുന്നു. അമ്മ മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. ഈ സമയമുള്ള